9th സ്റ്റാൻഡേർഡ് മാത്സിലെ 14ാമത്തെ ചാപ്റ്ററായ പ്രപ്പോർഷൻ എന്ന ചാപ്റ്ററിലെ സ്കെയിൽ ആൻഡ് പ്രപ്പോർഷൻ എന്നുള്ള പാർട്ടാണ് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. മുമ്പ് നമ്മൾ പഠിച്ച എന്താണ്, രണ്ട് ക്വാണ്ടിറ്റീസ് തമ്മിൽ പ്രപ്പോർഷണൽ ആണെന്നുണ്ടെങ്കിൽ അതിൽ ഒരു ക്വാണ്ടിറ്റി കിട്ടുന്നത് മറ്റേ ക്വാണ്ടിറ്റിയെ ഒരു കോൺസ്റ്റന്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ടാണ്. ആ കോൺസ്റ്റന്റിനെ നമ്മൾ പ്രപ്പോർഷണാലിറ്റി കോൺസ്റ്റന്റ് അല്ലെങ്കിൽ ആനുപാതിക സ്ഥിരം എന്ന് പറയും. അതായത് ഇപ്പൊ ഇവിടെ നമുക്ക് റെക്റ്റാങ്കിൾസ് കാണാം. ഇതിന്റെ ലെങ്ത്തും ബ്രെഡ്ത്തും തമ്മിലുള്ള റേഷ്യോ 4:3 ആണെന്നുണ്ടെങ്കിൽ നമുക്ക് എങ്ങനെയാ കിട്ടിയിട്ടുണ്ടായിരുന്നത്? ലെങ്ത് ബൈ ബ്രെഡ്ത്ത് ഈസ് ഈക്വൽ ടു 4/3 അല്ലേ? അതായത് ലെങ്ത് ഈസ് ഈക്വൽ ടു 4/3 ഇൻറ്റു ബ്രെഡ്ത്ത് കിട്ടി. അതേപോലെ L:B B:L എന്ന് എഴുതുകയാണെന്നുണ്ടെങ്കിൽ B/L ഇസ് ഈക്വൽ ടു, അപ്പോൾ 3 ആദ്യം എഴുതണം, 3/4 അല്ലേ? അപ്പോൾ B ഇസ് ഈക്വൽ ടു എന്ത് കിട്ടും? 3/4 ഓഫ് L. ഇവിടെ ലെങ്ത്തും ബ്രെഡ്ത്തും തമ്മിൽ പ്രപ്പോർഷണൽ ആണ്. അപ്പോൾ ലെങ്ത് ഇസ് ഈക്വൽ ടു ഒരു കോൺസ്റ്റന്റ് ഇൻറ്റു ബ്രെഡ്ത്ത്, അതേപോലെ ബ്രെഡ്ത്ത് ഇസ് ഈക്വൽ ടു ഒരു കോൺസ്റ്റന്റ് ഇൻറ്റു ലെങ്ത്ത്. ഇത് നമ്മൾ മുമ്പ് പഠിച്ചതാ. ഇനി ഇവിടെ നമുക്ക് പഠിക്കാനുള്ളത്, രണ്ട് ക്വാണ്ടിറ്റീസ് തമ്മിൽ പ്രപ്പോർഷണൽ ആണെന്നുണ്ടെങ്കിൽ അതിൽ ഒരു ക്വാണ്ടിറ്റി മാറുന്നത് ഏത് സ്കെയിൽ ഫാക്ടർ വെച്ചിട്ടാണോ അതേ സ്കെയിൽ ഫാക്ടർ വെച്ചിട്ടായിരിക്കും അടുത്ത ക്വാണ്ടിറ്റിയും മാറുന്നത്. അതായത് രണ്ട് അളവുകൾ തമ്മിലുള്ള ബന്ധം ആനുപാതികമാണെങ്കിൽ ഒരു അളവ് മാറുന്ന അതേ തോതിലാണ് മറ്റേ അളവും മാറുന്നത്. എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ റെക്റ്റാങ്കിളിൻ്റെ ലെങ്ത്ത് 2 മടങ്ങാക്കി, അതായത് 2 ടൈംസ് ആക്കി. അപ്പോൾ ലെങ്ത്ത് നമുക്ക് എന്ത് കിട്ടും? 2 × 4 8 സെൻറ്റിമീറ്റർ കിട്ടും അല്ലേ? അപ്പോൾ ബ്രെഡ്ത്തും എന്തായി മാറും? ഈ 3ന്റെ 2 മടങ്ങ് 2 ടൈംസ് ആയി മാറും. 2 × 3 6 സെൻറ്റിമീറ്റർ ആയിരിക്കും കിട്ടുക. ഇനിയിപ്പോൾ നമ്മൾ ലെങ്ത്ത് 3 ടൈംസ് ആണ് കൂട്ടിയത് എന്നുണ്ടെങ്കിലോ 3 × 4 12 സെൻറ്റിമീറ്റർ കിട്ടും ലെങ്ത്ത്. അപ്പോൾ ബ്രെഡ്ത്തും എന്ത് ചെയ്യും? 3 ടൈംസ് ആക്കിയിട്ട് കൂടും. അപ്പോൾ 3 × 3 9 സെൻറ്റിമീറ്റർ കിട്ടും ബ്രെഡ്ത്ത്. അപ്പോൾ ഇവിടെ ഈ റെക്റ്റാങ്കിളിൻ്റെ ലെങ്ത്ത് 2 ടൈംസ് ആയപ്പോൾ ഇവിടെ ബ്രെഡ്ത്തും എന്തായി? 2 ടൈംസ് ആയി. ലെങ്ത്ത് 3 ടൈംസ് ആയപ്പോൾ ബ്രെഡ്ത്തും 3 ടൈംസ് ആയി. അപ്പോൾ നമുക്ക് എന്ത് പറയാം? ഇൻ പ്രപ്പോർഷണൽ ചേഞ്ചസ് ഓഫ് ക്വാണ്ടിറ്റീസ്, one is scaled by the same factor as the other. അതായത് രണ്ട് ക്വാണ്ടിറ്റീസ് തമ്മിൽ പ്രപ്പോർഷണൽ ആണെന്നുണ്ടെങ്കിൽ ആ ക്വാണ്ടിറ്റീസ് മാറുന്നത് സെയിം സ്കെയിൽ ഫാക്ടർ വെച്ചിട്ടായിരിക്കും. ഇനി ഇത് ബേസ് ചെയ്തിട്ട് ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിട്ടുള്ള പേജ് നമ്പർ 229 ക്വസ്റ്റ്യൻ ചെയ്യാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദി സം ഓഫ് ദി ആംഗിൾസ് ഓഫ് എ ട്രയാങ്കിൾ ആൻഡ് ദി സം ഓഫ് ദി ആംഗിൾസ് ഓഫ് എ ഹെക്സഗൺ? ഒരു ട്രയാങ്കിളിന്റെ 3 ആംഗിൾസിന്റെയും കൂടെ സം എന്താണ്? അതായത് ഒരു ത്രികോണത്തിന്റെ 3 കോണും കൂടെ കൂട്ടിക്കഴിഞ്ഞാൽ എത്ര കിട്ടും? ദെൻ ആൻഡ് ദി സം ഓഫ് ദി ആംഗിൾസ് ഓഫ് എ ഹെക്സഗൺ, ഒരു ഹെക്സഗൺ അഥവാ ഷഡ്ഭുജത്തിന്റെ ആംഗിൾസ് എല്ലാം കൂടെ കൂട്ടിക്കഴിഞ്ഞാൽ എത്ര കിട്ടും? രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, ഡസ് ദി സം ഓഫ് ദി ആംഗിൾസ് ഓഫ് പോളിഗൺസ് ചേഞ്ച് പ്രപ്പോർഷണലി വിത്ത് റെസ്പെക്ട് ടു ദി നമ്പർ ഓഫ് സൈഡ്സ്? എക്സ്പ്ലെയിൻ ദ റീസൺ. അതായത് പോളിഗൺസ് അല്ലെങ്കിൽ ബഹുഭുജങ്ങളുടെ സം ഓഫ് ആംഗിൾസ് മാറുന്നത് നമ്പർ ഓഫ് സൈഡ്സിന് പ്രപ്പോർഷണൽ ആയിട്ടാണോ? എക്സ്പ്ലെയിൻ ദ റീസൺ. റീസൺ പറയാനും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിലെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഒരു ട്രയാങ്കിളിന്റെ ആംഗിൾ സം എന്താന്നാ ചോദിച്ചിട്ടുള്ളത്. അത് നമുക്കറിയാലോ, 180 ഡിഗ്രി അല്ലേ? സം ഓഫ് ആംഗിൾസ് ഓഫ് എ ട്രയാങ്കിൾ ഇസ് ഈക്വൽ ടു 180 ഡിഗ്രി. ഒരു ത്രികോണത്തിന്റെ 3 കോണുകളും കൂടെ കൂട്ടിക്കഴിഞ്ഞാൽ 180 ഡിഗ്രി കിട്ടും. ഒരു ഹെക്സഗൺ ഷഡ്ഭുജത്തിന്റെ ആംഗിൾ സം എത്രയാണെന്ന് കാണണം അല്ലേ? അപ്പോൾ നമ്മൾ 8th സ്റ്റാൻഡേർഡിൽ പോളിഗൺ എന്നുള്ള ചാപ്റ്ററിൽ പഠിച്ചിട്ടുണ്ടല്ലോ. ഒരു പോളിഗണിന്റെ ഇന്നർ ആംഗിൾസിന്റെ തുക കണ്ടുപിടിക്കാനുള്ള ഒരു ഫോർമുല എന്തായിരുന്നു? അതായത് സം ഓഫ് ഇന്നർ ആംഗിൾസ് ഓഫ് എ പോളിഗൺ വിത്ത് നമ്പർ ഓഫ് സൈഡ്സ് n is equal to എന്താ ഫോർമുല? n-2 ഇൻറ്റു 180 ഡിഗ്രി. ഇവിടെ n എന്ന് പറയുന്നത് ആ പോളിഗണിന് എത്ര സൈഡ് ഉണ്ടോ അതിൻ്റെ എണ്ണം.
അപ്പോൾ ഇവിടെ ഹെക്സഗൺ അഥവാ ഷഡ്ഭുജ ആണെന്നുണ്ടെങ്കിൽ അതിന് എത്ര സൈഡ് ഉണ്ടാവും? 6 സൈഡ് അല്ലേ? അപ്പോൾ ഈ ഇക്വേഷനകത്ത് നമുക്ക് കൊടുത്താൽ മതി 6 - 2 × 180 ഡിഗ്രി ഇസ് ഈക്വൽ ടു 6 2 പോയാൽ 4 കിട്ടും. 4 × 180 ഡിഗ്രി 720 ഡിഗ്രി കിട്ടും. അപ്പോൾ ഒരു ഹെക്സഗണിൻ്റെ ഇന്നർ ആംഗിൾസിൻ്റെ തുക 720 ഡിഗ്രിയാണ് കിട്ടുക. ഇനി അതിലെ രണ്ടാമത്തെ പാർട്ട് എന്താണ്? ഈ സം ഓഫ് ആംഗിൾസ് നമ്പർ ഓഫ് സൈഡ്സിന് പ്രപ്പോർഷണൽ ആയിട്ടാണോ മാറുന്നത്? ഇവിടെ ഇപ്പോൾ നമുക്ക് 2 സം ഓഫ് ആംഗിൾസ് കിട്ടിയാലോ? ട്രയാങ്കിളിൻ്റെ കേസിൽ അതിൻ്റെ സൈഡ്സ് എത്രയാണ്? നമ്പർ ഓഫ് സൈഡ്സ് 3. അപ്പോൾ ആംഗിൾ സം എത്രയാണ് കിട്ടിയത്? 180 ഡിഗ്രി അല്ലേ? ഇനി ഇവിടെ 720 കിട്ടി അല്ലേ? അവിടെ നമ്പർ ഓഫ് സൈഡ്സ് എത്രയായിരുന്നു? 6 ആണ്. നമുക്ക് കിട്ടിയ ആംഗിൾ സമ്മ് 720 ഡിഗ്രി. അപ്പോൾ ഈ സൈഡും സമ്മും തമ്മിൽ പ്രപ്പോർഷണൽ അല്ലെങ്കിൽ അനുപാതത്തിലാണെന്നുണ്ടെങ്കിൽ രണ്ടും മാറുന്നത് ഒരേ സ്കെയിൽ ഫാക്ടർ വെച്ചിട്ടാവൂലേ? ഇവിടുന്ന് 3 6 ആവണം എന്നുണ്ടെങ്കിൽ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. പക്ഷേ 180 720 ആവണം എന്നുണ്ടെങ്കിൽ എന്തുകൊണ്ടാണ് മൾട്ടിപ്ലൈ ചെയ്യേണ്ടത്? 4 കൊണ്ടല്ലേ? അപ്പോൾ ഒരേ സ്കെയിൽ ഫാക്ടർ വെച്ചിട്ടല്ലല്ലോ ഇവിടെ മാറുന്നത്. ഇവിടുത്തെ സ്കെയിൽ ഫാക്ടർ 2 ആണ്, ഇവിടുത്തെ സ്കെയിൽ ഫാക്ടർ 4 ആണ്. അപ്പോൾ സൈഡും സമ്മും തമ്മിൽ എന്തല്ല? പ്രപ്പോർഷണൽ ആയിട്ടല്ല മാറുന്നത്. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? നമുക്ക് ഇക്വേഷൻ കിട്ടി എന്താണ്? സം ഇസ് ഈക്വൽ ടു സം ഓഫ് ആംഗിൾസ് ഇന്നർ ആംഗിൾസ് ഓഫ് പോളിഗൺ ഇസ് ഈക്വൽ ടു എന്താണ്? n-2 × 180 ഡിഗ്രി ആണ്. അല്ലെങ്കിൽ സം ഓഫ് ആംഗിൾസ് ഇസ് ഈക്വൽ ടു 180 ഡിഗ്രി കോൺസ്റ്റന്റ് ആണല്ലേ ഇൻറ്റു n-2. ഇവിടെ n ആയിരുന്നു എന്നുണ്ടെങ്കിൽ നമുക്ക് പറയാം സം ഓഫ് ആംഗിൾ ഈസ് പ്രപ്പോർഷണൽ ടു നമ്പർ ഓഫ് സൈഡ്സ് എന്ന് പറയാം. ഇവിടെ n-2 ആണ് നമുക്കുള്ളത്. അപ്പോൾ നമുക്ക് ഇത് പ്രപ്പോർഷണൽ ആണെന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? സം ഓഫ് ആംഗിൾസ് ഓഫ് പോളിഗൺ ആർ നോട്ട് പ്രപ്പോർഷണൽ ടു നമ്പർ ഓഫ് സൈഡ്സ്. ഇനി റീസൺ എഴുതാൻ പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പോൾ എങ്ങനെ എഴുതാം റീസൺ? നമ്പർ ഓഫ് സൈഡ്സ് ആൻഡ് സം ഓഫ് ആംഗിൾസ് ആർ നോട്ട് സ്കെയിൽഡ് ബൈ ദി സെയിം ഫാക്ടർ. സെയിം സ്കെയിൽ ഫാക്ടർ വെച്ചിട്ടല്ലല്ലോ മാറുന്നത്. അപ്പോൾ ഇത് എഴുതി വെച്ചാൽ മതി. നമ്പർ ഓഫ് സൈഡ്സ് ആൻഡ് സം ഓഫ് angles are not scaled by the same factor. Next question, page number 229, question number 2. Inside a triangle of base 6 centimeters and height 3 centimeters, lines are drawn parallel to the base. Prove that the length of these lines change proportionally with respect to the distance from the top vertex. Find the proportionality constant. അതായത് ഈ ട്രയാങ്കിളിൽ ഇതിൻ്റെ ബേസ് 6 സെൻറ്റിമീറ്റർ ആണ്, അതിൻ്റെ ഹൈറ്റ് 3 സെൻറ്റിമീറ്ററും ആണ്. ഇനി ഈ ബേസിന് പാരലലായിട്ട് ഇവിടെ കുറേ ലൈൻസ് വരച്ചിട്ടുണ്ട്. ഈ ലൈനുകളുടെ ലെങ്ത് മാറുന്നത് ഈ വെർട്ടെക്സിൽ നിന്ന് ആ ലൈനിലേക്കുള്ള ഡിസ്റ്റൻസ് അല്ലെങ്കിൽ ഹൈറ്റിന് പ്രപ്പോർഷണൽ ആയിട്ടാണെന്ന് പ്രൂവ് ചെയ്യണം. അവിടുത്തെ പ്രപ്പോർഷണാലിറ്റി കോൺസ്റ്റന്റ് അല്ലെങ്കിൽ ആനുപാതിക സ്ഥിരവും കണ്ടുപിടിക്കണം. അപ്പോൾ ഇവിടെ നമുക്ക് ക്വസ്റ്റ്യനകത്ത് ഈ ട്രയാങ്കിളിന്റെ ബേസ് ലെങ്ത് തന്നിട്ടുണ്ട് 6 സെൻറ്റിമീറ്റർ, അതിന്റെ ഹൈറ്റും തന്നിട്ടുണ്ട് 3 സെൻറ്റിമീറ്റർ. ഇനി നമ്മളോട് പറഞ്ഞിട്ടുള്ള എന്താണ്? ഈ ബേസിന് പാരലലായിട്ട് വരച്ചിട്ടുള്ള ഈ ലൈനുകളുടെ ലെങ്ത് മാറുന്നത് അതിലേക്ക് ഈ ഓപ്പോസിറ്റ് വെർട്ടെക്സ് നിന്ന് വരക്കുന്ന പെർപെൻഡിക്കുലറിന് അല്ലെങ്കിൽ ഡിസ്റ്റൻസിന് പ്രപ്പോർഷണൽ ആയിട്ടാണെന്ന് പ്രൂവ് ചെയ്യാനാണ്. അവിടുത്തെ പ്രപ്പോർഷണാലിറ്റി കോൺസ്റ്റന്റ് അല്ലെങ്കിൽ ആനുപാതിക സ്ഥിരവും കണ്ടുപിടിക്കണം. അപ്പൊ അതിന് ഇവിടുത്തെ ഒരു പാരലൽ ലൈന് മാത്രം എടുക്കാം. എന്നിട്ട് അതിലേക്കുള്ള ഡിസ്റ്റൻസ്, അതായത് ഈ ഓപ്പോസിറ്റ് വെർട്ടെക്സ് നിന്ന് അതിലേക്കുള്ള ഡിസ്റ്റൻസും ഇവിടെ വരച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇവിടെ 2 ട്രയാങ്കിൾ കാണാലോ. അതായത് ട്രയാങ്കിൾ ABC എന്ന് പറയുന്ന വലിയൊരു ട്രയാങ്കിളും ട്രയാങ്കിൾ APQ എന്ന് പറയുന്ന ചെറിയൊരു ട്രയാങ്കിളും കാണാം. അപ്പോൾ ഈ 2 ട്രയാങ്കിളും സിമിലർ ട്രയാങ്കിൾസ് ആണെന്നുണ്ടെങ്കിൽ ആ സിമിലർ ട്രയാങ്കിൾസിന്റെ കറസ്പോണ്ടിങ് സൈഡ്സിന്റെ റേഷ്യോസ് ഈക്വൽ ആയിരിക്കുമല്ലോ. അതേപോലെ തന്നെ അതിന്റെ ഹൈറ്റുകളുടെ റേഷ്യോയും ഈക്വൽ ആയിരിക്കും. അല്ലെങ്കിൽ ആ 2 ട്രയാങ്കിളും സദൃശ്യ ത്രികോണങ്ങളായിരിക്കും. സദൃശ്യ ത്രികോണങ്ങളുടെ കറസ്പോണ്ടിങ് സൈഡ്സ് മാറുന്നത് ഒരേ തോതിലായിരിക്കും. അതേപോലെ തന്നെ ഉയരങ്ങളും അതേ തോതിലായിരിക്കും.
അപ്പോൾ നമുക്ക് ഈ രണ്ട് ട്രയാങ്കിളും സിമിലർ ആണെന്ന് ആദ്യം പ്രൂവ് ചെയ്യാം. അതിനെന്ത് ചെയ്യാം? കൺസിഡർ വലിയ ട്രയാങ്കിൾ ഏതാണ്? ട്രയാങ്കിൾ എ ബി സി. ചെറിയ ട്രയാങ്കിൾ എ പി ക്യു. ഇനി ഇവിടെ ഈ രണ്ട് ട്രയാങ്കിളിൻ്റെയും ആംഗിൾസ് ഈക്വൽ ആണെന്നുണ്ടെങ്കിൽ രണ്ട് ട്രയാങ്കിളും സിമിലർ ആയിരിക്കുമല്ലോ. അപ്പോൾ ഇവിടെ ഈ ആംഗിൾ എ എന്ന് പറയുന്നത് രണ്ട് ട്രയാങ്കിളിനും കോമൺ ആണ്. അതായത് ആംഗിൾ എ, വലിയ ട്രയാങ്കിളിൻ്റെ ആംഗിൾ എയും ചെറിയ ട്രയാങ്കിളിൻ്റെ ആംഗിൾ എയും ഈക്വൽ ആണ്. റീസൺ എന്താണ്? കോമൺ ആംഗിൾ. ഇനി വലിയ ട്രയാങ്കിളിനകത്തുള്ള ആംഗിൾ ബിയും ചെറിയ ട്രയാങ്കിളിനകത്തുള്ള ആംഗിൾ എ പി ക്യൂവും തമ്മിൽ ഈക്വൽ ആണ്. കാരണം എന്താ? ഇവിടെ ബി സിയും പി ക്യൂവും പാരലൽ അല്ലേ. അപ്പോൾ ഈ എ ബി എന്ന് പറയുന്ന സ്ട്രെയിറ്റ് ലൈന് ഈ രണ്ട് പാരലൽ ലൈൻസിനെയും കട്ട് ചെയ്ത് പോകുന്ന ഒരു ലൈനാണ്. അതിനെ നമ്മൾ ട്രാൻസ്വേഴ്സൽ എന്ന് പറയും. അപ്പോൾ ഇവിടെ ഉണ്ടാകുന്ന ഈ രണ്ട് ആംഗിളും കറസ്പോണ്ടിങ് ആംഗിൾസ് ആണ്. കറസ്പോണ്ടിങ് ആംഗിൾസ് തമ്മിൽ ഈക്വൽ ആയിരിക്കും. അതായത് രണ്ട് പാരലൽ ലൈൻസ്, ഈ രണ്ട് പാരലൽ ലൈൻസിനെയും കട്ട് ചെയ്ത് പോകുന്ന ഒരു സ്ട്രെയിറ്റ് ലൈൻ നമ്മൾ വരച്ചു കഴിഞ്ഞാൽ ഈ ആംഗിളും തമ്മിൽ കറസ്പോണ്ടിങ് ആംഗിൾസ് ആണ്. അപ്പോൾ അത് രണ്ടും ഈക്വൽ ആയിരിക്കും. അതായത് ഈ രണ്ട് ആംഗിളും ഈക്വൽ ആയിരിക്കും. അപ്പോൾ വലിയ ട്രയാങ്കിളിനകത്ത് ആംഗിൾ എ ബി സി, ആംഗിൾ എ പി സി ഈക്വൽ ടു ചെറിയ ട്രയാങ്കിളിനകത്ത് ആംഗിൾ എ പി ക്യു. റീസൺ എന്താണ്? കറസ്പോണ്ടിങ് ആംഗിൾസ്. ഇനി അതേപോലെ ഈ രണ്ട് ആംഗിളും തമ്മിൽ ഈക്വൽ ആയിരിക്കുമല്ലോ. അതും എന്താണ്? കറസ്പോണ്ടിങ് ആംഗിൾസ് ആണ്. ബി സിയും പി ക്യൂവും പാരലലാണ്. ഈ എ സി എന്ന് പറയുന്ന ലൈന് ഈ രണ്ട് പാരലൽ ലൈൻസിനെയും കട്ട് ചെയ്ത് പോകുന്ന ഒരു സ്ട്രെയിറ്റ് ലൈൻ ആണ്. അപ്പോൾ ഇത് രണ്ടും കറസ്പോണ്ടിങ് ആംഗിൾസ് ആയിരിക്കും. അപ്പോൾ വലിയ ട്രയാങ്കിളിനകത്ത് എ സി ബി ഈക്വൽ ടു ചെറിയ ട്രയാങ്കിളിനകത്ത് ആംഗിൾ എ ക്യു പി. റീസൺ എന്താണ്? കറസ്പോണ്ടിങ് ആംഗിൾസ് ആണ് രണ്ടും. അപ്പോൾ ഇവിടെ നമുക്ക് രണ്ട് ട്രയാങ്കിളിൻ്റെയും 3 ആംഗിൾസുകൾ തമ്മിൽ ഈക്വൽ ആണെന്ന് കിട്ടി. അപ്പോൾ രണ്ട് ട്രയാങ്കിളും സിമിലർ ആണെന്ന് പറയാലോ. സോ ട്രയാങ്കിൾ, ഫസ്റ്റത്തെ ട്രയാങ്കിൾ എ ബി സി ഈസ് സിമിലർ ടു രണ്ടാമത്തെ ട്രയാങ്കിൾ എ പി ക്യു. ഇനി സിമിലർ ട്രയാങ്കിൾസിനകത്ത് അതിൻ്റെ സൈഡ്സും ഹൈറ്റ്സും എന്താണ്? സ്കെയിൽഡ് ബൈ സെയിം ഫാക്ടർ ആണ്. അതായത് ഇൻ സിമിലർ ട്രയാങ്കിൾസ് sides and heights are scaled by the same factor. അപ്പോൾ ഇനി നമുക്ക് കറസ്പോണ്ടിങ് സൈഡ്സിൻ്റെ റേഷ്യോ എടുത്താൽ എങ്ങനെ കിട്ടും? ഇവിടെ ചെറിയ ട്രയാങ്കിളിനകത്ത് പി ക്യൂവിന് കറസ്പോണ്ടിങ് ആയിട്ട് വലിയ ട്രയാങ്കിളിനകത്തുള്ള സൈഡ് ഏതാ? പി സി അല്ലേ. അതായത് പി ക്യൂ ബൈ ബി സി നമ്മൾ എടുത്തു കഴിഞ്ഞാലും, അതേപോലെ നമുക്ക് ഹൈറ്റ് എടുക്കാം. ബാക്കി സൈഡൊന്നും നമുക്ക് വേണ്ടല്ലോ. അപ്പോൾ ഈ എയിൽ നിന്നും ബി സിയിലേക്കുള്ള പെർപെൻഡിക്കുലർ നമുക്ക് ഇവിടെ ഒരു 0.6 കൊടുക്കാം. അപ്പോൾ ആദ്യം നമ്മൾ ചെറിയ ട്രയാങ്കിളിൻ്റെ സൈഡല്ലേ എടുത്തത്, പി ക്യൂ. അപ്പോൾ ഇവിടെ ചെറിയ ട്രയാങ്കിളിൻ്റെ ഹൈറ്റ് എന്താണ്? ഡിസ്റ്റൻസ് അല്ലേ. അതായത് ഈ പാരലൽ ലൈനിലേക്കുള്ള ഡിസ്റ്റൻസ്. അപ്പോൾ ഡിസ്റ്റൻസ് കൊടുക്കാം. ഡിസ്റ്റൻസ് ബൈ വലിയ ട്രയാങ്കിളിൻ്റെ ആണെന്നുണ്ടെങ്കിലോ എ ആർ. ഇനി പി ക്യൂ എന്ന് പറയുന്നത് എന്താണ്? ഈ പാരലൽ ലൈനിൻ്റെ ലെങ്ത്ത്. അപ്പോൾ ലെങ്ത് ബൈ ബി സി എന്ന് പറയുന്നത് ഈ ബേസ് ലെങ്ത്ത്. അത് നമുക്കിവിടെ തന്നിട്ടുണ്ട് 6 സെൻറ്റിമീറ്റർ ആണ്. അപ്പോൾ ഇവിടെ 6 കൊടുക്കാം. ഈക്വൽ ടു ഡിസ്റ്റൻസ് ബൈ എ ആർ എന്ന് പറയുന്നത് വലിയ ട്രയാങ്കിളിൻ്റെ ഹൈറ്റ്. അതും നമുക്ക് തന്നിട്ടുണ്ടല്ലോ, 3 സെൻറ്റിമീറ്റർ അല്ലേ. ഡിവൈഡഡ് ബൈ 3. ഇനി ലെങ്ത് is ഈക്വൽ ടു എന്താണ്? ഈ 6ന് അപ്പുറത്ത് കൊണ്ടുപോയി കഴിഞ്ഞാൽ 6/3 ഇൻറ്റു ഡിസ്റ്റൻസ് കിട്ടും. സോ ലെങ്ത് is ഈക്വൽ ടു 6/3 എന്ന് പറഞ്ഞാൽ 2 ഇൻറ്റു ഡിസ്റ്റൻസ്. അതായത് ഇവിടുത്തെ ലെങ്ത് എന്ന് പറയുന്നത് എന്താണ്? ഈ പാരലൽ ലൈന്, അതായത് ഈ ബേസിന് പാരലലായിട്ട് വരക്കുന്ന ലൈനാണ് ഈ ലെങ്ത് നമ്മൾ കൊടുത്തത്. അതിൻ്റെ ലെങ്ത് is ഈക്വൽ ടു 2 ഇൻറ്റു ആ പാരലൽ ലൈനിലേക്ക് ഓപ്പോസിറ്റ് വെർട്ടെക്സ് എന്നുള്ള ഡിസ്റ്റൻസ്.
അപ്പോൾ ഇവിടെ ഈ 2 എന്ന് പറയുന്നത് ഒരു കോൺസ്റ്റന്റ് അല്ലേ? അപ്പോൾ നമുക്ക് പറയാലോ ഈ പാരലൽ ലൈനിന്റെ ലെങ്ത് മാറുന്നത് ഈ ഡിസ്റ്റൻസിന് പ്രപ്പോർഷണൽ ആയിട്ടാണെന്ന്. അതല്ലേ നമുക്ക് ക്വസ്റ്റ്യനകത്ത് പ്രൂവ് ചെയ്യാൻ പറഞ്ഞത്. അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാം? ലെങ്ത് ഓഫ് ദി പാരലൽ ലൈൻസ് ചേഞ്ചസ് proportionally with respect to distance from the top. അതായത് ആ ടോപ്പ് വെർട്ടെക്സിൽ നിന്ന് ആ പാരലൽ ലൈനിലേക്കുള്ള പെർപെൻഡിക്കുലർ ദൂരം. ഇനി ഇവിടുത്തെ പ്രപ്പോർഷണാലിറ്റി കോൺസ്റ്റന്റ് എന്താന്ന് ചോദിച്ചിട്ടുണ്ടല്ലോ. ഇവിടുത്തെ പ്രപ്പോർഷണാലിറ്റി കോൺസ്റ്റന്റ് എന്താ? 2 അല്ലേ? സോ പ്രപ്പോർഷണാലിറ്റി കോൺസ്റ്റന്റ് അല്ലെങ്കിൽ ആനുപാതിക സ്ഥിരം. Proportionality constant is equal to 2.